2016 ഒരു അച്ഛനും അമ്മയും അവരുടെ ബേബിക്ക് വേണ്ടിയിട്ട് ഒരു കെമിക്കൽ ഫ്രീ സേഫും ആയിട്ടുള്ള പ്രോഡക്റ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സെർച്ച് ചെയ്തിട്ടും ഒരു ജെനുവൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്നായിരുന്നു മാമാഅർത്ത് എന്ന ബ്രാൻഡിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡ്സ് ഉള്ളപ്പോഴായിരുന്നു വരുൺ ആൻഡ് ഗസൽ എന്ന കപ്പിൾസ് മാമാഅർത്ത് എന്ന ബ്രാൻഡ് ടോക്സിൻ ഫ്രീ എന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടോക്സിൻ ഫ്രീ എന്നത് ആളുകൾക്ക് എത്രത്തോളം വിശ്വാസം വരും എന്നുള്ളത് അവർക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. ആ ഒരു രീതിയിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ മോം ബ്ലോഗേഴ്സ്, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, പിന്നെ യൂട്യൂബ് റിവ്യൂസ് ഇതെല്ലാം ടാർഗറ്റ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്തപ്പം ബ്രാൻഡിന് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വിസിബിലിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് എന്ന ലേബിൾ ബ്രാൻഡ് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബേബി കെയർ പ്രോഡക്റ്റ് ബ്രാൻഡ് എന്നതിലുപരി വിറ്റാമിൻ സി, അതുപോലെ തന്നെ ഹെയർ കെയർ പ്രോഡക്ട്സ്, സ്കിൻ കെയർ പ്രോഡക്ട്സ് ഇതുപോലെയുള്ള ട്രെൻഡിങ് പ്രോഡക്ട്സ് ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് യൂത്ത് കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ബിസിനസ്സിലെ സക്സസ് ആയപ്പം ഓഫ്ലൈൻ സ്റ്റോഴ്സിലേക്കും ബ്രാൻഡ് എക്സ്പാൻഡ് ചെയ്തു. 2023 മാമാഅർത്ത് പാരന്റ് കമ്പനി ഹൊണാസ കൺസ്യൂമർ IPO ലോഞ്ച് ചെയ്തു. ഇത് ഒരുപാട് രീതിയിൽ ബ്രാൻഡിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബ്രാൻഡാണ് മാമാഅർത്ത്. ഒരു ബേബിയുടെ സേഫ്റ്റി കൺസേണിൽ നിന്ന് തുടങ്ങി ബിഗ് ബ്രാൻഡായി മാറിയ ഒരു ബ്രാൻഡാണ് മാമാഅർത്ത്.